ഇന്ന് സഭയിൽ സീസൺ വിശ്വാസികളാണ് ദൈവമക്കൾ, സീസൺ വിശ്വാസികൾ. നമ്മളിത് മനസ്സിലാക്കണം. നമ്മൾ സീസൺ വിശ്വാസികളാകരുത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കറിയാം, മാങ്ങ ഉണ്ടാകാൻ ഒരു സീസൺ ഉണ്ട്, ചക്കപ്പഴം ഉണ്ടാകാൻ ഒരു സീസൺ ഉണ്ട്, ഇല്ലേ? ഓരോ ഫ്രൂട്ട് ഉണ്ടാവാൻ ഓരോ സീസൺ ഉണ്ട്. നമ്മൾ ഇതുപോലെ സീസണിൽ മാത്രം ഫലം നൽകിയാൽ പോരാ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള വ്യക്തിയുടെ പ്രത്യേകത, അവൻ എപ്പോഴും ഫലം നൽകിക്കൊണ്ടേയിരിക്കും, എപ്പോഴും ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു, അതല്ല പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണത്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വചനഭാഗമാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7:54-55. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നേ, ആ വചനം എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. അവർ ഇത് കേട്ടപ്പോൾ, അവർ ഈ സുവിശേഷ പ്രസംഗം കേട്ടപ്പോൾ അവന്റെ നേരെ കോപാക്രാന്തരായി നേരെ കോപാക്രാന്തരായി പല്ല് കടിച്ചു. ചീത്തയും തെറിയും പറഞ്ഞ് മറ്റവനെ മറച്ചവനെ, ഇവിടെ ഒന്നും പറയാൻ പറ്റാത്ത ഭാഷയെ പറഞ്ഞിരിക്കുന്നത്, അതുപോലത്തെ ഭാഷ പറഞ്ഞ്, അതുപോലത്തെ വൃത്തികേടുകൾ പറഞ്ഞ് പല്ല് കടിച്ച് കോപാക്രാന്തരായി എസ്തഫാനോസിനെ പാഞ്ഞെടുത്തപ്പോൾ എസ്തഫാനോസിൽ എന്താ ഉണ്ടായത്? അതാണ് പ്രിയപ്പെട്ടവരെ, അവൻ സീസൺ വിശ്വാസി ആയിരുന്നില്ല, അവൻ എപ്പോഴും കർത്താവിനായി ഫലം പുറപ്പെടുവിച്ചവനായിരുന്നു. അവിടെ എന്താ സംഭവിച്ചത്? എന്നാൽ അവനാകട്ടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ്, അവനാകട്ടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മ നിറയാനുള്ള ഒരു വ്യവസ്ഥ എന്താ? ചീത്തവിളിയും പല്ലുകടിയും. മറ്റുള്ളവര് നമ്മെ നോക്കി ചീത്ത വിളിച്ച് പച്ച തെറി പറഞ്ഞ് നമുക്കെതിരെ കോപാക്രാന്തരായി പാഞ്ഞെടുത്ത് മറ്റവനെ മറച്ചവനെ എന്ന് പറഞ്ഞ് നമുക്കെതിരെ അപഖ്യാതികൾ അപവാദങ്ങളും പറഞ്ഞ് നമ്മളെ മാനസികമായി പീഡിപ്പിക്കുമ്പോൾ, എൻ്റെ സഹോദര സഹോദരി, നമുക്ക് എത്ര പേർക്ക് പരിശുദ്ധാത്മാവ് നിറയാൻ പറ്റുന്നുണ്ട്? അതാണ് യഥാർത്ഥ അഭിഷേകം, അതാണ് യഥാർത്ഥ ആധ്യാത്മികത, അതാണ് യഥാർത്ഥത്തിൽ ഫലം പുറപ്പെടുവിക്കുന്ന അവസ്ഥ. അവൻ 100 എണ്ണം പറയുമ്പോൾ 2 എണ്ണെങ്കിലും പറഞ്ഞില്ല, എങ്ങനെ ശരിയാവുക? അപ്പം നമ്മുടെ ഈഗോ ഇളകും, ഈഗോ വരും. നമ്മൾ പറയാറില്ലേ, എൻ്റെ പഴയ സ്വഭാവം എടുപ്പിക്കരുത് കേട്ടോ, എൻ്റെ പഴയ നിനക്കറിയാലോ, ഞാൻ മഹാ പൊട്ടേട്ടോ, ഞാൻ എൻ്റെ പഴയ സ്വഭാവം നീ എടുപ്പിക്കരുതോ. ഇതെന്തത്? അപ്പൊ പഴയ സ്വഭാവം എവിടെയ? അപ്പൊ ഇപ്പോഴത്തെ സ്വഭാവം ഏതാ? ഒരു പോലീസാണ്. പല്ല് കടിച്ച് ചീത്ത വിളിച്ച് തെറി പറഞ്ഞ് പാഞ്ഞെടുക്കുമ്പോൾ നമുക്ക് പുഞ്ചിരിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പറയാൻ പറ്റണം, എടാ പൊന്നു മോനെ, നീ എന്തോരം പല്ല് കടിച്ചാലും എന്തോരം പച്ചത്തെറി പറഞ്ഞാലും എൻ്റെ പഴയ സ്വഭാവം നിനക്ക് എടുപ്പിക്കാൻ പറ്റില്ലടാ എന്ന് പറയുന്നതാണ് അഭിഷേകം. പ്രൈസ് ദി ലോർഡ്.